ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി മധ്യകാല ഇന്ത്യ നമ്മൾ എന്താണ് വിജയനഗര ഭരണവും അതേപോലെ മുഗൾ ഭരണവും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആ സമയത്ത് ഇവിടെ നിലനിന്നിരുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായിട്ട് നമ്മുടെ ഭക്തി പ്രസ്ഥാനവുമുണ്ട്, അതേപോലെ തന്നെ സൂഫി പ്രസ്ഥാനവുമുണ്ട്. ഈ രണ്ടെണ്ണത്തിനെയും അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെയും അവരുടെ ഓരോ പ്രധാനപ്പെട്ട അവരുടെ ആ ഒരു സെക്ഷൻസും ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ കുറച്ചധികം പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, പരീക്ഷകൾക്ക് ഇങ്ങനെ ഇപ്പോൾ ചോദിക്കാറുണ്ട്. നമുക്ക് ക്ലാസ്സുകളിൽ വരുമ്പോഴേക്കും ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ചാപ്റ്റർ നോക്കിക്കേ, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഫസ്റ്റ് തന്നെ എന്താണ്, കുലശേഖര ആഴ്വാർമാർ എന്ന് പറയുന്നവരുടെ എന്താണ് തന്നിരിക്കുന്നത്, പെരുമാൾ തിരുമൊഴി. നോക്കിക്കേ എന്താണെന്നുള്ളത്. പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന കൃതിയിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, ചിലപ്പോൾ ഇതൊക്കെ കയറി ചോദിക്കാം പരീക്ഷയ്ക്ക്. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പെരുമാൾ തിരുമൊഴി ആരുടേതാണെന്ന് ചോദിക്കാം. നോക്കിക്കേ, 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ. അപ്പൊ അവരെവിടെയായിരുന്നു കുലശേഖര ആഴ്വാർമാരുണ്ടായിരുന്നത്? കേരളത്തിലായിരുന്നു. എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി. അപ്പൊ കേരളത്തിലായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കൃതി എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുലശേഖര ആഴ്വാർമാർ. ഇത് നിങ്ങൾ നമ്മുടെ ശരിക്കും നമ്മുടെ സിലബസിൽ, നമ്മുടെ ക്ലർക്കിന്റെ സിലബസിൽ പറയുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ് ഈ പറയുന്ന അല്ലെ 1857 റിവോൾട്ട്, ആ ഒരു സെക്ഷനാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം പല പരീക്ഷകൾക്കും ഈ പറയുന്ന ഇവരുടെയൊക്കെ എന്താണ് യൂറോപ്യന്മാരുടെ സംഭാവനകൾ തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അവിടെ എന്തുണ്ട്, യൂറോപ്യന്മാരുടെ ആഗമനം, അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മ, ശ്രീചിത്ര തിരുനാൾ, ഇതൊക്കെയാണ് നമുക്ക് അവർ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുവാണെങ്കിൽ എന്താണ്, ബ്രിട്ടീഷ് ആധിപത്യവും 1ാം സ്വാതന്ത്ര്യ സമരം തൊട്ടാണ്. പക്ഷേ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പരീക്ഷകൾക്ക് കയറി ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക ഈ ഒരു ചാപ്റ്ററൊക്കെ. കാര്യം എവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് SCRT 1 മുതൽ 10 അല്ല 5 മുതൽ 10 വരെയുള്ള SCRT പഠിക്കണമെന്നവർ പറയുന്നുണ്ട്, സിലബസ് ഓറിയന്റഡ് ആയിട്ട് അല്ലാണ്ട് തന്നെ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അത് പഠിച്ചേ പറ്റുള്ളൂ. എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് വായിച്ചു നോക്കണം. പിന്നെ നമുക്കറിയാം ചില ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഇതിൽ വ്യക്തമായിട്ട് സിലബസ് പറഞ്ഞ ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, 9ാം നൂറ്റാണ്ട് കേരളം, കുലശേഖരാഴ്വാർ, പെരുമാൾ തിരുമൊഴി. നോക്കിക്കേ, ദൈവത്തിന് പൂർണ്ണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എല്ലാവരും നമ്മൾ പറയും എനിക്ക് ഭക്തിയുണ്ട്, ഞാൻ ഭക്തനാണ്. പക്ഷെ എന്താണ് ഭക്തി എന്ന് പറയുന്നത് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പൂർണ്ണമായിട്ടും എന്താണ്, ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഭക്തി അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊള്ളാൻ കാരണമാകുന്നത് അല്ലെ, ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷകരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെ രണ്ടിനെയുമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം. നോക്കിക്കേ, ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ഭക്തകവികൾ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തതാണ് ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തർ. അപ്പൊ വിഷ്ണു ഭക്തരെ, വിഷ്ണു ഡിവോട്ടീസ് അറിയപ്പെടുന്ന പേരാണ് വിഷ്ണു ആണെങ്കിൽ അത് ആഴ്വാർ. ഓക്കെ, ആഴ്വാർ. ഇനി ശിവനാണെങ്കിലോ, ശിവനെ ആരാധിച്ചിരുന്നവർ അറിയപ്പെടുന്ന പേരാണ് നായനാർമാർ എന്ന്. അപ്പൊ 2 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത് ഭക്തി പ്രസ്ഥാനത്തില്. ഫസ്റ്റ് വൺ വിഷ്ണുവിനെ വിശ്വസിച്ചിരുന്ന ആഴ്വാർമാരും, നെക്സ്റ്റ് എന്താണ്, ശിവനെ ആരാധിച്ചിരുന്ന നായനാർമാരുമാണ്. ഓക്കെ ആണല്ലോ. CE 7 മുതൽ 12 നൂറ്റാണ്ടുകൾക്ക് നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, പ്രാദേശിക ഭാഷകളിൽ കീർത്തനവും രചനയും ആലാപനം, അവരുടെ വെർണാക്കുലർ ലാംഗ്വേജ്, സ്വന്തം ഭാഷയിൽ അതിലാണ് അവർ എന്ത് ചെയ്യുന്നത്, കീർത്തനങ്ങൾ എഴുതി അതിൻ്റെയൊക്കെ രചനയും ആലാപനവും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. അപ്പൊ എന്താണ്, വിഷ്ണു ആണെങ്കിൽ ആഴ്വാർ, ശിവനാണെങ്കിൽ നായനാർമാർ. ശ്രീ
സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ. ഇനി തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടത്. തമിഴ്നാട്ടിലാണ് ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. നോക്കിക്കേ എന്താ പറയുന്നതെന്ന്. അപ്പൊ അതേപോലെ തന്നെ എന്താണ് ആ സമയങ്ങളിൽ അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ ശക്തമായിരുന്ന കാലഘട്ടത്താണ് ഈ പറയുന്ന ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. അവർ അന്ന് നിലനിന്നിരുന്ന എന്താണ് അർത്ഥശൂന്യമായ പല കാര്യങ്ങളും, ഇപ്പൊ സതി ആയിക്കോട്ടെ അല്ലെ, പണ്ടുണ്ടായിരുന്നില്ലേ നമ്മൾ എന്താണ് സത്യപരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ പലതിനെയും അവർ എന്ത് ചെയ്തു, ഈ പറയുന്ന കൃതികളിലൂടെയൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ചോദ്യം ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അല്ലെ, ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു എന്താ അനീതിക്കെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മൾ അതിൽ ആകൃഷ്ടരാകും. അങ്ങനെയാണ് അന്നത്തെ സാധാരണ ജനങ്ങൾ ഈ പറയുന്ന ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കൂടുതലായിട്ട് തിരിയാനുള്ള റീസൺ എന്ന് പറയുന്നത്. നോക്കിക്കേ, ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞു വിഷ്ണു ആഴ്വാറും, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ശിവനാണെങ്കിൽ നായനാർമാരും. അതേപോലെ തന്നെ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് 4000 ദിവ്യപ്രബന്ധം എന്നാണ്. എന്താണ് 4000 ദിവ്യപ്രബന്ധം ആരുടേതാണ് ചോദിക്കാം. ആഴ്വാർമാരുടെ രചനകളാണ് 4000 ദിവ്യപ്രബന്ധം എന്നറിയപ്പെട്ടത്. എങ്കിൽ നായനാർമാരുടെ രചനകൾ എന്താണ്? അതാണ് തിരുമുറൈകൾ എന്നറിയപ്പെട്ടു. തിരുമുറൈ, ഒരു മുറൈ, തിരുമുറൈ കണ്ടോ, കണക്ട് ചെയ്യുക. നായനാർമാരുടെ രചനകൾ തിരുമുറൈ എന്നും ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും അറിയപ്പെട്ടു. ഓക്കെ ആണല്ലോ. ആഴ്വാറ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വിഷ്ണു, എന്താണ് ആഴ്വാറ്, അതേപോലെ 4000 ദിവ്യപ്രബന്ധം. നെക്സ്റ്റ് എന്താണ്? ശിവൻ, അതേപോലെ തന്നെ എന്താണ് നായനാർമാർ, പിന്നെ എന്താണ് തിരുമുറൈ. അപ്പൊ ആരാണ്? ശിവ ഡിവോട്ടീസ് ആയ നായനാർമാരുടെ രചനകളാണ്. ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭക്ത കവികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ നായനാർമാരുടെ ഗണത്തിൽ വരുന്നത് ആര്, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ഈ പറയുന്ന ആഴ്വാർമാരുടെ ഗണത്തിൽ വരുന്ന ആരെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ഭക്തി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വിഷ്ണു ഭക്തരായ ആഴ്വാർമാരും ശിവഭക്തരായ നായനാർമാരുമുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. കുലശേഖരാഴ്വാർ, പെരിയ ആഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇതെന്തെങ്കിലും ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് എന്ത് പഠിക്കുക? കുപ്പേ എന്ന് പഠിച്ചു വെക്കുക. എന്താണ്? കുലശേഖരൻ, പെരിയാർ, നമ്മാൾ, ആണ്ടാൾ. ഇത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കില്ല. അല്ലെങ്കിൽ എന്ത് പഠിക്കാം? എന്താണ്? പെരിയ കലത്തിൽ എന്താണ് നമ്മൾ ആണ്ടു എന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക. പെരിയ കലത്തിൽ നമ്മൾ ആണ്ടു, പെരിയ കലം നിങ്ങൾ എഴുതി വെച്ചേക്കാം. പെരിയ കലത്തിൽ എന്താണ്? നമ്മൾ ആണ്ടു. ഓക്കെ, എങ്ങനെ വരും അപ്പോൾ അതിനെ? പെരിയാഴ്വാർ അല്ലെ, കലത്തിൽ കുലശേഖരാഴ്വാർ, കണക്ട് ചെയ്യണേ. നമ്മാഴ്വാർ, ആണ്ടു, ആണ്ടാൾ. ഇതൊന്നും നിങ്ങൾ 2-3 തവണ വായിച്ചു നോക്കിയാൽ മതി, പിന്നെ നിങ്ങളത് മറക്കില്ല. പെരിയ കലത്തിൽ നമ്മൾ ആണ്ടു ആരൊക്കെയാണ്? പെരിയാഴ്വാറുണ്ട്, ആഴ്വാറുണ്ട്, നമ്മാഴ്വാറുണ്ട്, ആണ്ടാളുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ പറയുന്ന ആഴ്വാർ എന്ന് കാണുമ്പോൾ നമുക്കതിൽ കണക്ട് ചെയ്യാൻ പറ്റും, ഇത് വിഷ്ണു ഭക്തരാണെന്നുള്ള. പക്ഷെ ഈ ആണ്ടാളൊക്കെ കാണുമ്പോഴേക്കും ചിലപ്പോൾ ഓട് വൺ ഔട്ടായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നോക്കിക്കേ, ശിവഭക്തനായിരുന്നു എന്ത്? നായനാർമാരെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? കാരക്കലമ്മയുണ്ട്, പിന്നെ ആരാണ്? അക്ബറുണ്ട്, സമ്പന്തറുണ്ട്, സുന്ദരറുണ്ട്, മാണിക്യവാസകരുണ്ട്. പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? കാരക്കലമ്മ എന്ത് ചെയ്തു? കാരക്കലമ്മ എന്താണ്? അപ്പവും സാമ്പാറും ആർക്ക് കൊടുത്തു? സുന്ദരനും മാണിക്യനും കൊടുത്തു. ഓക്കെ, സുന്ദരനും മാണിക്യനും കൊടുത്തു. ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. കാരക്കലമ്മ അപ്പവും സാമ്പാർ സുന്ദരനും മാണിക്യനും കൊടുത്തു. കാരക്കലമ്മയാർ, അപ്പർ, സമ്പന്തർ, സാമ്പാർ കണക്ട് ചെയ്യണേ, സുന്ദരൻ, പിന്നെന്താണ്? മാണിക്യവാസകർ. ഇതാണ് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പരീക്ഷയ്ക്ക് കയറി ചോദിക്കാനായിട്ട് പറ്റുന്നതാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ഭക്തിപ്രസ്ഥാനം നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ കേരളത്തിലെ പറഞ്ഞു, പെരിയാഴ്വാറുടെ കാര്യം പറഞ്ഞു അല്ലെ, നമ്മൾ നേരത്തെ കുലശേഖര ആഴ്വാർ കേരളത്തിലായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ എന്താണ്?
ഈ പറയുന്ന നെക്സ്റ്റ് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബസവണ്ണ വരുന്നത്. ഓക്കെ, ആരാണ് ബസവണ്ണ? ബസവണ്ണ എന്ന് പറയുന്നത് കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്ന ബസവണ്ണ. നോക്കിക്കേ, ബസവണ്ണ രൂപീകരിച്ചതാണ് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപം ബസവണ്ണയുടേതാണ്. എന്താണ് പ്രത്യേകത എന്ന് നോക്കിക്കേ ബസവണ്ണയുടെ ഈ അനുഭവ മണ്ഡപത്തിന്. നോക്കിക്കേ, ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്ന ശരിയാണ്. ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയും. ആത്മീയ പുരോഗതിയും സ്വാതന്ത്ര്യ ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ്. സമൂഹ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണ്. ശൈശവ വിവാഹം പെൺകുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം നശിപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന അനുഭവ മണ്ഡപം ജസ്റ്റ് ചിത്രകാരന്റെ ഭാവനയിൽ തന്നിരിക്കുകയാണ്. അതായത് ഈ അനുഭവ മണ്ഡപം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആത്മീയ ചർച്ചാവേദിയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് അന്ന് നിലനിന്നിരുന്ന പല ജാതീയമായ അല്ലെങ്കിൽ എന്താണ് ആൾക്കാർ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ് അനുഭവ മണ്ഡപത്തിൽ പറയുന്നത് എന്നുള്ളത്. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് എന്ത് പറയുന്നത്? അനുഭവ മണ്ഡപം. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ആരൊക്കെയാണ്? അല്ലമ്മ പ്രഭുവുമുണ്ട്, അക്ക മഹാദേവിയുമുണ്ട്. ജാതി, ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചകളിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ എന്താണ്? വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അല്ലെ, വചനങ്ങൾ പ്രശസ്തമായ നമ്മൾ പറയും വചനമാണെന്നൊക്കെ ഉള്ള അല്ലെ, ശ്രീനാരായണ ഗുരുവിന്റെ വചനമാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഗാന്ധിയൻ വചനങ്ങൾ. അതേപോലെ തന്നെ എന്താണ്, ആ ചർച്ചയിൽ ഉതിർന്നു വന്ന ആശയങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ആ സമയത്ത് അപ്പൊ എന്താണ്? ജാതീയമായ വിവേചനങ്ങളുണ്ട് അല്ലെ, അതേപോലെ നമ്മൾ പറഞ്ഞ ശൈശവ വിവാഹമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ആ സമയങ്ങളിൽ നിലനിന്നിരുന്നത്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ആര്? ഈ പറയുന്ന ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, അതേപോലെ തന്നെ സാമൂഹ്യ നീതിയുണ്ട്. അദ്ദേഹം സ്ഥാപിച്ചതാണ് വീരശൈവ പ്രസ്ഥാനം. പല തവണ PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? നമ്മുടെ ബസവണ്ണയാണ്. വീരശൈവ പ്രസ്ഥാനം ബസവണ്ണയുടേതാണ്. എന്തൊക്കെയാണ് ഈ പറയുന്ന വീരശൈവ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നാ പറയുന്നത്? പ്രധാന പ്രവർത്തനങ്ങൾ. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അല്ലെ, പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു? സതിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് എന്താണ്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും എന്ത് ചെയ്യണം? ആ ചിതയിലേക്ക് ചാടിച്ചാവണം. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വിധവാ പുനർവിവാഹം, ഭർത്താവ് മരിച്ച സ്ത്രീകളെ വീണ്ടും കല്യാണത്തിന് പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരോട് ചെയ്യുന്നുണ്ട്. അല്ലെ, കർണാടകയിലെ ബസവ കല്യാണം സ്ഥാപിച്ചതിന് ബസവണ്ണയുടെ പ്രതിമയാട്ടോ തന്നിരിക്കുന്നത്. മനുഷ്യസ്നേഹവും സമത്വം ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കും. അല്ലെ, നമ്മൾ ചിലർ പറയും മുൻജന്മ പാപമാണെന്നൊക്കെ പറയും. ഒന്നുമല്ല, ഈ ജന്മം എന്ത് ചെയ്യുക? മര്യാദക്ക് അങ്ങ് ജീവിക്കുക. ഒപ്പം എല്ലാം ശരിയാകും. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ബസവണ്ണയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് ആരാണ്? കബീറിനെ നമ്മൾ എല്ലാവർക്കും കബീറിനെ അറിയാം. എവിടെ അറിയാം? നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഹിന്ദിയിൽ ദോഹ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ ഈ എൻ്റെ ഒരു ഏജിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അല്ലെ. നമ്മുടെ ആ ഒരു ടൈമില് എന്തായിരുന്നു? ഹിന്ദിയിൽ ദോഹ ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ട്. സെയിം. അപ്പൊ ആ കബീർ തന്നെയാണ് ഈ കബീറും അല്ലെ. നമ്മൾ കബീർദാസ്, തുളസിദാസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആരെയാണ്? കബീറിനെയാണ്. അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ടനവധി. പൊന്നുരുക്കി പണിതരാം
വളകൾ മോതിരങ്ങളും പൊന്നു താനല്ലയോ വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. കണ്ട, ഇത് ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ദോഹയാണ്. അതായത് നമുക്കറിയാം അള്ള എന്ന് പറയുന്നത്, ബ്രാഹ്മൻ എന്ന് പറയുന്നത് കരീം, അതായത് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഒരൊറ്റ ഒരാളാണെന്നുള്ള കൺസെപ്റ്റാണ് അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത്. പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു കബീർ. ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അല്ലെ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്ന കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. കാര്യം ആ സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതലും എന്തായിരുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു വഴക്കും ബഹളം ഒക്കെ വേണ്ട എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ഒരു അനുഭവമാണ്. ജസ്റ്റ് ഒരു കഥയാണ്, നമുക്കൊന്ന് വായിച്ചു വിടാം. അതായത് എന്താണ്, അതായത് ആ നാട്ടിൽ എന്ത് വരുന്നുണ്ട്, ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാര്യം അന്വേഷിക്കുമ്പോൾ പറയുമ്പോൾ എന്താണ്, അവിടെ വസൂരിയാണ് അല്ലെ, അതിനെന്താണ്, എല്ലാവരും മരിച്ചു വീഴുകയാണ്, അവിടെ എന്ത് ചെയ്യണം, മന്ത്രവാദം നടത്തണം എന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ടും കബീർ എന്ത് പറയും, കാര്യം കബീർ ഈ പറയുന്ന എല്ലാ ആരാധനകളെയും മരണത്തിന് ശേഷമുള്ള എന്താണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം നന്നായിട്ട് വിമർശിച്ചിരുന്നു അല്ലെ. ഈ പറയുന്ന പൂജകള്, മരണാനന്തരം വിഗ്രഹാരാധന എല്ലാത്തിനെയും എതിർത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോടാണ് പറയുന്നത്, എന്ത് പറയുന്നു, ആൾക്കാർ മരിച്ചു വീഴുന്നത് എന്താണ്, വസൂരി വന്നിട്ട് മരിച്ചു വീഴണം, അപ്പൊ അവിടെ മന്ത്രവാദം ചെയ്യണമെന്ന്. അപ്പൊ അദ്ദേഹം പറയാണ്, രോഗശാന്തിക്ക് മന്ത്രവാദമല്ല വേണ്ടതെന്ന് പറയുകയാണ്. കണ്ടോ, ചികിത്സ കൊണ്ടേ രോഗം ഭേദമാക്കും. അതേപോലെ തന്നെ മറ്റൊരിക്കൽ പറയുകയാണ്, ഇങ്ങനെ ആൾക്കാർ ഇവര് കബീർദാസ് ശിഷ്യന്മാരും കൊണ്ട് നടന്നു വരുമ്പോഴേക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഉപഹാരങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറയാണ്, എനിക്ക് നിങ്ങളുടെ ഉപഹാരങ്ങളല്ല വേണ്ടത് അല്ലെ, ഞങ്ങൾ ആരാണ്, പണിക്കാരുണ്ട് അല്ലെ, ലോഹപ്പണിക്കാരുണ്ട്, മരം കടയുന്നവരും, ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവിടെ ഞങ്ങൾക്ക് എന്ത് വേണ്ട, നിങ്ങളുടെ ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് കണ്ടോ. അപ്പൊ കബീർ പല അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവരെ ചിന്തിപ്പിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല, അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് പറയുന്നത് ഗുരു നാനാക്ക് ആണ് അല്ലെ. ഗുരു നാനാക്ക്, അപ്പൊ നമ്മൾ ആരൊക്കെ പറഞ്ഞു, ബസവണ്ണ പറഞ്ഞു, നെക്സ്റ്റ് കബീർ പറഞ്ഞു, നെക്സ്റ്റ് അടുത്ത ആരാണ്, ഗുരു നാനാക്കാണ്. ഗുരു നാനാക്കും ഭായി മർദാനും ഒരിക്കൽ സഞ്ജൻ തഗിന്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വിരുന്നു വന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി ഗുരു നാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരു നാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളാണ് ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ തന്നെ സഞ്ജൻ തഗിന് എന്ത് മനസ്സിലാകും, തന്റെ തെറ്റ് മനസ്സിലാകുകയും എന്ത് ചെയ്യുന്നുണ്ട്, മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകി സത്യസന്ധനായി ജീവിക്കാനും ഗുരു നാനാക്ക് എന്ത് ചെയ്യുന്നത്, ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് സഞ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു കഥയാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ഗാനങ്ങളാണ് എന്ത്, ഷാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, 15-ാം നൂറ്റാണ്ടിലെ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി, ഇപ്പോൾ എവിടെയാണ് തൽവണ്ടി, പാകിസ്ഥാൻ, ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. ഗുരു നാനാക്ക് ജനിച്ചത് എവിടെയാണ്, തൽവണ്ടി. ഇത് PYQ ആണ്, തൽവണ്ടി എന്നാണ് സാധാരണ ആൻസർ തരാറുള്ളത്, പക്ഷെ ഇപ്പോൾ എന്താണ്, ഷേഖ്പുര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തന്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയാണ് എന്ത്, ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. ഓക്കെ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മത രൂപീകരണം, സിഖ് മത സ്ഥാപകൻ ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്, ഗുരു നാനാക്കാണ്.
ഇപ്പൊ നിങ്ങൾക്ക് ബസവണ്ണയുടെ പഠിച്ചപ്പോഴും കബീറിന്റെ പഠിച്ചപ്പോഴും ഗുരു നാനാക്കം എല്ലാവരുടെയും ഈ പറയുന്ന 3 പേരുടെയും ആശയങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരുന്നു അല്ലെ. ജാതി വിവേചനമുണ്ട്, വിഗ്രഹാരാധനയുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നോക്കിക്കേ, സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്ന പേരാണെന്ത്? ആദി ഗ്രന്ഥ, ഗുരു ഗ്രന്ഥ സാഹിബ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതും PYQ ആണ്. ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം, ജാതി ലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ആദി ഗ്രന്ഥ അഥവാ ഗുരു ഗ്രന്ഥ സാഹിബ്. ആരാണ് സിഖ് മത സ്ഥാപകൻ? അത് നമ്മുടെ ഗുരു നാനാക്കാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഭക്തി പ്രസ്ഥാനം. നമ്മളൊക്കെ ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരായിരിക്കും അല്ലെ, മീരാഭായ്. മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു ആര്? മീരാബായ്. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായ് രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവിയത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാള് എന്നിവർ. നമ്മൾ പഠിച്ചാണ് അല്ലെ, ഇവർ രണ്ടുപേരുടെ പേരും പഠിച്ചു അല്ലെ. പിന്നെന്താണ്? തങ്ങളുടെ ഇഷ്ട ദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങൾ. കാരയ്ക്കലമ്മ എന്താണ് നമ്മൾ പഠിച്ചത്? കാരയ്ക്കലമ്മ ആർക്കാണ്? അപ്പവും സാമ്പാറും സുന്ദരനും മാണിക്യത്തിനും കൊടുത്തു അല്ലെ. അതേപോലെ തന്നെ ആണ്ടാളുടെ നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു പഠിച്ചത്? 4 പേരായിരുന്നില്ലേ അവരുടെ വരുന്നത്? ഏതൊക്കെയായിരുന്നു? കുലശേഖരൻ, പെരിയ. നമ്മൾ എന്താ പഠിച്ചത്? പെരിയ കുലത്തിൽ നമ്മളാണ്ടു. അപ്പൊ എന്തൊക്കെയാണ്? പെരിയാഴ്വാർ, അതേപോലെ കുലശേഖരാഴ്വാർ, പിന്നെ ആരാണ്? നമ്മാഴ്വാർ, ആണ്ടാൾ. അപ്പൊ ഈ ആണ്ടാൾ എന്ന് പറയുന്നത് ഏത് ഗണത്തിൽ വരുന്നതാണ്? ഇത് നമ്മുടെ ആഴ്വാർമാർ, വിഷ്ണു ഭക്തയാണ്. അതേപോലെ കാരയ്ക്കലമ്മ ഏതാണ്? ശിവഭക്തയായിരുന്നു. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്ന അക്ക മഹാദേവി നമ്മൾ എവിടെയാണ് പഠിച്ച? അനുഭവ മണ്ഡപം അല്ലെ. ബസവണ്ണയുടെ അനുഭവ മണ്ഡപം ഒക്കെ അക്ക മഹാദേവി ആയിരുന്നു ലീഡ് ചെയ്തെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ അടുത്ത ആരാണ്? ബഹീനാബായ്, സൈറാബായ്, കാശ്മീരിലെ ലാൽ ദേ തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഇനി ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ പറയുകയാണ്. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു തുടങ്ങി. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെയാണ് പറയുന്നത് അല്ലെ. പല സ്ഥലങ്ങളിലും എന്താണ്? ബ്രാഹ്മണരുടെ ഒക്കെ സ്ഥാനമാനങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. അതേപോലെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആരാണ്? സൂഫി പ്രസ്ഥാനമാണ്. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല. നിസാമുദ്ദീൻ ഔലിയ എന്താണ്? അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു അല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു, രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഷെയ്ഖ് സുൽത്താൻ ആയിരുന്നു ആര്? ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജി ആരോടാണ് പറയുന്നത്? അമീർ ഖുസ്രുവിന്റെ ഗുരുവായിരുന്നു ആര്? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലി. അപ്പൊ എന്താണ്? ആ ഒരു ചർച്ചയാണ് പറയുന്നത്. കാണാനായിട്ട് വരും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലാണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കും. ഉണ്ടോ? മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തന്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു. അതാണ് സംഭവം. കാര്യം എന്താണ്? ഗുരു എന്ന് പറയുന്ന അത്രയ്ക്ക് ദൈവതുല്യനാണെന്നാണ് പണ്ടത്തെന്നല്ല ഇപ്പോഴും നമ്മളെ ഗുരു എന്ന് പറയുന്ന ആരാണ്? ദൈവതുല്യരായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. മാതാപിതാ ഗുരു ദൈവം.
ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ഓക്കെ, അതിനുള്ളൊരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. സൂഫിസം എന്ന പദമുണ്ടായത് എന്താണ്? കമ്പിളി എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ്. എന്താണ്? സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് രണ്ട് അഭിപ്രായമുണ്ട്. എന്താണ്? കമ്പിളി എന്നറിയുന്ന സുഫ്, അല്ലെങ്കിൽ എന്താണ് ശുദ്ധം എന്നറിയപ്പെടുന്ന സഫി, രണ്ട് വാക്കുണ്ട്. മധ്യേഷ്യൻ പ്രദേശങ്ങൾ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് എന്ത്? സൂഫിസം എന്ന് പറയുന്നത്. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗം, അപ്പൊ സൂഫി വിഭാഗങ്ങൾ അറിയപ്പെട്ട പേരാണ് എന്ത്? സിൽസില. ഹേ സിൽസില നമ്മുടെ പാട്ടില്ലേ, അപ്പൊ എന്താണ്? സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗം. അതിൽ നമ്മുടെ ഇന്ത്യയിൽ എത്തിയത് ഏതായിരുന്നു? ചിസ്തി, സുഹ്രവർദി, രണ്ടെണ്ണമാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പൊ 12 സിൽസിലകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ എന്നും അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചു. അപ്പൊ ആരാണ്? നമ്മുടെ ഗുരുവാണെങ്കിൽ പീർ അല്ലെ, അനുയായികളാണെങ്കിൽ എന്താണ്? മുരീദ് എന്നാണ് വിളിച്ചത്. നമ്മുടെ സൂഫി സുജാത സിനിമയിൽ കാണിക്കില്ല, സൂഫി വര്യൻ അവരെന്താണ്? ആഡംബര ജീവിതമൊക്കെ മാറ്റി എന്താണ്? ആത്മീയ ജീവിതത്തിനാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം നൽകുന്നത്. നോക്കിക്കേ, സൂഫികളുടെ താമസ സ്ഥലമായിരുന്നു എന്ത്? ഗാൻഗാഹുകൾ. സൂഫി വര്യന്മാരുടെ താമസ സ്ഥലം അറിയപ്പെട്ട പേരാണ് ഗാൻഗാഹുകൾ. അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങൾ സമ എന്നറിയപ്പെടുന്ന പ്രത്യേക ഗാനാലാപന ശൈലി ലഭിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് ഗവ്വാലികൾ എന്നറിയപ്പെടുന്നത്. ഗവ്വാലി എന്ന് പറയുമ്പോൾ എന്താണ്? ഭക്തി ഗാനമാണ്. പിന്നെ എന്താണ്? സൽക്കനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്ക് ഇടയിൽ ഐക്യമുണ്ടാക്കാൻ ആർക്ക് സാധിച്ചു? ഈ പറയുന്ന സൂഫികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്രവർദി അല്ലെ, നെക്സ്റ്റ് എന്താണ്? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, അതേപോലെ എന്താണ്? ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയും സുഹ്രവർദി. നമ്മൾ 2 പേര് എവിടെയാണ് പഠിച്ചത്? നമ്മൾ പറഞ്ഞല്ലേ, 2 സിൽസിലകളായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. അതിൽ ഏതൊക്കെയായിരുന്നു? സിൽഹറ്റും ഡൽഹി അജ്മീർ പ്രദേശവും കൂടി പഠിക്കണേ. പ്രാദേശിക ഭാഷകളുടെ വളർച്ച നോക്കാം നമുക്ക്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികൾ ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്ന് ഉറുദു, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണല്ലേ, പേർഷ്യനും ഹിന്ദിയും ചേർന്നാണ് ഉറുദു ഉണ്ടായത്. ഇൻഡോ പേർഷ്യൻ സംസ്കാരങ്ങള്, ദ്രാവിഡ സംസ്കാരങ്ങള്, ദ്രാവിഡിയൻ രീതി എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നോക്കിക്കേ, ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായിരുന്ന എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവ മറ്റു കൃതികളും എന്താണ്? വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. അതായത് നമ്മൾ പറഞ്ഞു അവരുടെ വെർണാക്കുലർ ലാംഗ്വേജ് അല്ലെ, അവരുടെ സ്വന്തം ഭാഷ എന്താണോ അതിനനുസരിച്ചായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന കൃതികളൊക്കെ എഴുതിയിരുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്ന നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാൾ വന്ന് സംസ്കൃതം, അയാൾ ഭയങ്കര എന്തൊക്കെയോ ആശയങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? സംസ്കൃതത്തിലാണ് ഈ കവിതകൾ മുഴുവൻ എഴുതി വെച്ചത്. നമുക്ക് എന്തെങ്കിലും മനസ്സിലാകൂ? സാധാരണക്കാരന് മനസ്സിലാവണമെങ്കിൽ അവർക്ക് മനസ്സിലായേ എന്താ? സ്വന്തം ഭാഷ, അവരുടെ പ്രാദേശിക ഭാഷയിൽ വേണം ഈ പറയുന്ന അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനെന്ന് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ഈ പറയുന്ന പ്രാദേശിക ഭാഷകളും വളരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പഠിക്കേണ്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചിട്ടുള്ള ബോക്സ് ആണ്. അതായത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലും ഈ ബോക്സ് തന്നിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചോ. 4000 ദിവ്യപ്രബന്ധം നമ്മൾ പറഞ്ഞു. ആരുടേതാണ്? ആഴ്വാർമാരുടേതാണ് 4000. ആരാണ് ആഴ്വാർമാർ? വിഷ്ണു ഭക്തർ അല്ലെ, വിഷ്ണു ഭക്തർ. നായനാർമാർ ആരായിരുന്നു? ശിവഭക്തരാണ്. അവരുടേതാണ് തിരുമുറൈ, ഒരു മുറൈ. ഓക്കെ, കന്നഡയില് വചനങ്ങളായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ബസവണ്ണ ആ സമയത്ത് അനുഭവ മണ്ഡപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആശയങ്ങളെല്ലാം അവർ എന്താണ്? ഈ പറയുന്ന വചനങ്ങളായിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ആരൊക്കെയാണ്? ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. നെക്സ്റ്റ് തെലുങ്ക് പറയാണ്. മഹാഭാരതത്തെ വിവർത്തനം ചെയ്തു. ആരൊക്കെയാണ്? നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത.
ഗീതാ ഗോവിന്ദം ബംഗാളി ഭാഷയിലാണ്, ജയദേവന്റേതാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജയദേവന്റെ ഗീതാ ഗോവിന്ദം. അതേപോലെ ഹിന്ദിയിൽ വന്നതാണ് പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി. ഇതിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഈ ഒരു പിക്ചർ കിടപ്പണം. അതിൽ കുറച്ചും കൂടി കൃതികൾ പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. ആ പിക്ചർ കിട്ടുവാണെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാവേ. മലയാളം അല്ലെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് വരുമ്പോഴേക്കും ഞാൻ അതിലായാലും കൊടുത്തിരിക്കാം. മലയാളം ജ്ഞാനപ്പാന, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരുടേതാണ്? തുഞ്ചത്ത് ബ്രാഹ്മണൻ എഴുത്തച്ഛൻ. മുഹയുദ്ദീൻ മാല ഗാസി മുഹമ്മദ്. ഇമ്പോർട്ടന്റ് ആണ്. മറ്റേത് രണ്ടും നമുക്ക് കിട്ടും. മുഹയുദ്ദീൻ മാല ആരുടേതാണ്? ഗാസി മുഹമ്മദ് ആണ്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ആശയമാണ് ചോദിക്കുന്നത് കേട്ടോ. എന്തൊക്കെയായിരുന്നു? ജാതി വിവേചനം, മതസഹിഷ്ണുത, പിന്നെന്താണ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല. ഇതേപോലെ തന്നെ എന്താണ് പല ഐത്തത്തെ പറ്റിയൊക്കെ എന്താണ് അവരെ എല്ലാത്തിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വിഗ്രഹാരാധന എതിർത്തിട്ടുണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക സമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. എന്തൊക്കെയായിരുന്നു ആ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന ആ സമയത്തെ വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയും അല്ലെ, ഹംപിയും ഒക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ ചെങ്കോട്ടയും അന്നത്തെ ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മതവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രകളായി സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അപ്പോൾ ഓക്കെയാണല്ലോ. നമ്മളിപ്പോൾ ചാപ്റ്ററിൽ പറഞ്ഞത് ഭക്തി പ്രസ്ഥാനം എന്താണ്, സൂഫി പ്രസ്ഥാനം എന്താണ്. അതേപോലെ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബസവണ്ണയെ പറ്റി പഠിച്ചു. ആദ്യം തന്നെ നമ്മൾ എന്താണ് ആഴ്വാർമാരും നായനാർമാരും പഠിച്ചു. അതേപോലെ ബസവണ്ണ, അതേപോലെ കബീർദാസ്, ഗുരു നാനാക്കിനെ പറ്റി പഠിച്ചു. പിന്നെ സൂഫി പ്രസ്ഥാനങ്ങളെ പറ്റി പഠിച്ചു. ഇന്ത്യയിൽ വന്ന സൂഫി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു. ഈ ഒരു പിക്ചർ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണേ. നല്ലൊരു ഫിഗറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ബസവണ്ണ കണ്ടോ, ബസവണ്ണ. അതേപോലെ 9ാം നൂറ്റാണ്ട് കുലശേഖര ആഴ്വാർമാർ, വീരശൈവർ, അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. പിന്നെ എന്താണ് പറയുന്നത്? 9ാം നൂറ്റാണ്ടിലെ ആഴ്വാർമാരിലെ പെരിയ ആഴ്വാറുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? നമ്മാഴ്വാർ, ആണ്ടാൾ. പിന്നെ എന്താണ്? 7ാം നൂറ്റാണ്ടിൽ നായനാർമാർ, അപ്പറും സംബന്ധറും ഒക്കെ നമ്മൾ പഠിച്ചു കാണില്ല. കുറെ ആൾക്കാരുടെ പേരാണെന്ന് മാത്രമേ ഉള്ളൂ. 14ാം നൂറ്റാണ്ടിൽ ആരൊക്കെയാണ്? രാമാനന്ദ, തുളസിദാസ്, കബീർദാസ് ഒക്കെ പറഞ്ഞു. അവിടെയൊക്കെയായിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്താണ്. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക, നോട്ടൊക്കെ എടുത്ത് വെച്ച് പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ നമുക്ക് പതുക്കെ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാം. കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ എന്താണ് ക്ലാസ് മോക്ക് ടെസ്റ്റും ഡെയിലി ബൂസ്റ്റും എല്ലാം കൂടി എന്നെ കൊണ്ട് ഓടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക? കുറച്ചധികം ക്ലാസ്സുകൾ അങ്ങ് പോയിട്ട് ഇടക്കിടക്ക് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇടാം. അപ്പൊ ഇപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത് ഇന്ന് തന്നെ മോക്ക് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആവത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കൊരു 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്റർ കറങ്ങി തിരിഞ്ഞ് വരുന്ന വിധത്തിൽ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കാണണമെന്ന് പോലെയല്ല, നിങ്ങൾ ആ PDF വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്